എത്ര ഹാബിറ്റിൽ ശ്രദ്ധിച്ചിട്ടും നമുക്കത് ഫില്ലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഹാബിറ്റ്, നെഗറ്റീവ് ഹാബിറ്റ് കളഞ്ഞിട്ട് അവിടെ ഒരു പോസിറ്റീവ് കാര്യം കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കുള്ള വീഡിയോസ് മാത്രമാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഹാബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാബിറ്റ് എന്താണെന്നുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം. പിന്നെ ഹാബിറ്റ് മാറ്റുന്ന സമയത്ത് അവിടെ ഗ്യാപ്പ് സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മോശപ്പെട്ട ഹാബിറ്റ് അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് സംഭവിക്കുന്നുണ്ട്. അത് ഫില്ലാക്കൽ നിങ്ങൾ നിർബന്ധമാണ്. അതായത് ആ ഒരു ഹാബിറ്റിന് പകരം നമ്മൾ ഒരു നല്ലൊരു ഹാബിറ്റ്, ഏറ്റവും നല്ല ഹാബിറ്റ് വേണമെന്നില്ല, ഓഫ് നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട കുറച്ചും കൂടെ എന്തെങ്കിലും ആവാം, ആക്ടിവിറ്റീസ് ആവാം, എന്ത് കാര്യങ്ങളാവാം, അവിടെ നമ്മൾ എന്തായിട്ട് അത് ഫിക്സ് ചെയ്യണം. അത് കൃത്യമായിട്ട് ഇത്ര ഒരു ടൈമിങ് അല്ലെങ്കിൽ ഒരു 66 ഡേ, അങ്ങനെ ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഡേ നമ്മൾ ചൂസ് ചെയ്തിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് അവിടെ ഫില്ലപ്പ് ആവുന്നതാണ്. അവിടെ ആ ഒരു വോൾസ് ഫില്ലാവുന്നുള്ളതാണ്. അതാണ് ഈ ഒരു ബ്രെയിനിൻ്റെ ഒക്കെ ഒരു സംഭവം. നിങ്ങൾ എത്ര മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്നൊരു ഹാബിറ്റ് നിർത്തി, ഓഫ്കോഴ്സ് നിർത്തിയും കൊണ്ട് കാര്യമില്ല, അവിടെ ഗ്യാപ്പ് സംഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ അവിടെ വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പം ഹാബിറ്റൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഗ്യാപ്പ് ഫില്ലാക്കാൻ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇന്നൊരു കാര്യമൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ വേറൊരു കാര്യം ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ.